ഞായറാഴ്ചയായ എന്തെങ്കിലും ഒരു പാചക പരീക്ഷണം അത് നിർബന്ധം. ഇന്ന് ആ പാചകത്തിന് പിന്നിലുള്ള കാര്യങ്ങൾ എന്റേതാണ്. 2 കപ്പ് മൈദയും ആവശ്യത്തിന് ഉപ്പും വെള്ളം കൂടി ഇട്ട് കുഴച്ചെടുത്തപ്പോഴാണ് ഈ സംഭവം എന്റെ കയ്യിൽ കുഴഞ്ഞു വരില്ല എന്ന് മനസ്സിലാക്കി ഗോതയിലേക്ക് ഞാൻ ചേട്ടനെ ഇറക്കിയത്. പബ്ലിസിറ്റി ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചേട്ടൻ കുഴക്കുന്ന വീഡിയോ എടുത്തില്ല. എന്റെ കയ്യിൽ കിട്ടിയിട്ടും ഞാൻ വീണ്ടും ഒന്നുകൂടി ഉരുട്ടി പരത്തിയെടുത്തു. ശേഷം കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ച് കയ്യിൽ വെച്ചൊന്ന് പതിച്ച് എണ്ണയിൽ മുക്കി വെച്ചു. ഇത് ചെയ്യുന്നതിന് മുന്നേ തന്നെ മുട്ട ഞാൻ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മുട്ട റെഡിയായപ്പോൾ എണ്ണ ഒഴിച്ച് കുരുമുളകും മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ട് ഒന്ന് വറുത്ത് കോരിയെടുത്തു. അതേ പാത്രത്തിൽ തന്നെ ഇത് സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ടൊന്ന് വയറ്റിയെടുത്തു. അതപ്പോൾ അതിന്റെ കൂട്ടെല്ലാം ഇട്ട് കൊടുത്തു. കൂട്ടൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാലോ ഉള്ളിക്കറിയൊക്കെ ഉണ്ടാക്കാൻ. ഇനിയാണ് നമ്മുടെ മെയിൻ സംഭവത്തിനെ നമ്മളൊന്ന് ശരിയാക്കി എടുക്കാൻ പോണത്. എണ്ണയിൽ മുക്കി വെച്ച ഓരോ മാവ് കഷ്ണങ്ങളും നമ്മൾ ഇതുപോലെ പരത്തിയെടുക്കുകയാണ്. ലെയറായിട്ട് കിട്ടാൻ വേണ്ടി വീണ്ടും 4 മടക്കായിട്ട് മടക്കി വയറ്റി വെച്ച ഉള്ളിയും മുട്ടയും കൂടി അതിനകത്ത് വെച്ച് കൊടുത്തു. അങ്ങനെയെല്ലാം നമ്മൾ അതേ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി എണ്ണയിലിട്ട് വറുത്ത് വരുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ചെറുതായിട്ട് മുട്ട ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ല തിളച്ചത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഈ ഒരു ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കുക. എല്ലാവരെയും നിർബന്ധപ്രകാരം ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നില്ല, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്.